സർജറി ചെയ്തു, അത് സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടും അതുകൂടാതെ റേഡിയേഷനും കൂടെ എടുക്കുന്നതെന്ന് പറയുന്നത് പലരെ കൺഫ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ഡോക്ടർ ആരതി, ഞാൻ ഓൺകോളജിസ്റ്റ് ആണ്. ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഞാൻ ക്ലിയർ ആക്കി തരാം. ചില ക്യാൻസേഴ്സിന് നമ്മൾ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർജറി സക്സസ്ഫുൾ ആണെന്ന് സർജൻ പറഞ്ഞതിന് ശേഷം റേഡിയേഷൻ ചെയ്യണമെന്ന് പറയാറുണ്ട്. ഈ സർജറി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നീക്കം ചെയ്യുന്നത് നമുക്ക് സർജന് കാണാൻ പറ്റുന്ന വിഷ്വലി തിരിച്ചറിയാൻ പറ്റുന്ന ക്യാൻസർ മുഴകളാണ്. അപ്പൊ ഈ മുഴകൾ നീക്കിയിട്ട് സർജറി സക്സസ്ഫുൾ ആയിരിക്കും. പക്ഷെ അതിനുശേഷം ചില ക്യാൻസറുകളിൽ ചില സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നീക്കിയ മുഴകളിൽ നമുക്ക് കാണാൻ പറ്റാതായിട്ട് അതിന്റെ സൈഡിലായിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്യാൻസർ കോശങ്ങൾ, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അസുഖം ചിലപ്പോൾ ബാക്കി ഉണ്ടായേക്കാം. അപ്പൊ ആ ഒരു സാധ്യതയും കൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സർജറി ചെയ്തതിന് ശേഷം ആ ഭാഗത്തേക്ക് റേഡിയേഷൻ എടുക്കണം എന്ന് പറയുന്നത്. ഈ റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ എവിടെ ചുറ്റുമുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും ക്യാൻസർ കോശം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകാനും വീണ്ടും ക്യാൻസർ തിരിച്ചു വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേഷൻ ചികിത്സയും കൂടെ എടുക്കാൻ പറയുന്നത്. അപ്പൊ പലപ്പോഴും പല പേഷ്യൻസിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ സർജറി ചെയ്തത് സക്സസ്ഫുൾ ആണ്, പിന്നെ എന്തിനാണ് ഈ റേഡിയേഷൻ എടുക്കുന്നത്, സർജറി സക്സസ്ഫുൾ ആയില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ അതിന്റെ കാരണം ഇതാണ്. സർജറിയിലൂടെ നമ്മൾ നീക്കം ചെയ്യുന്നത് നമുക്ക് വിഷ്വലി കണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ക്യാൻസർ മുഴയാണ്. അപ്പൊ അതിന് ചുറ്റുമായിട്ട് കണ്ണിൽ കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിക് ഡിസീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേഷൻ എടുക്കുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ക്യാൻസറിന് വീണ്ടും തിരിച്ചു വരാതിരിക്കാൻ എന്നുള്ള ഉദ്ദേശമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ എല്ലാ ക്യാൻസറിനും തന്നെ ഈ സർജറിക്ക് ശേഷം റേഡിയേഷൻ വേണമെന്നില്ല. ചിലപ്പോൾ അത് അതിന്റെ പല ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരേ തരം ക്യാൻസറിന് തന്നെ എല്ലാ സ്റ്റേജിലും വേണ്ടി വരില്ല. സ്റ്റേജ് ഇതിന്റെ ഒരു ഫാക്ടറാണ്. ഏത് തരം ക്യാൻസർ ആണ് എന്നുള്ളതൊരു ഫാക്ടറാണ്. പിന്നെ സർജൻ ക്യാൻസർ മുഴുവൻ നീക്കം ചെയ്തതിന് ശേഷം അതിന്റെ ചുറ്റുമുള്ള മാർജിന്റെ അളവും കാര്യങ്ങളും ഒരു ഫാക്ടറാണ്. അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സർജറിക്ക് ശേഷം മൊത്തമായിട്ട് ട്യൂമർ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും റേഡിയേഷൻ വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും.